പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇത് വിമാന അപകടങ്ങളുടെ കാലമാണ്. ഈ ആഴ്ചയിൽ തന്നെ 5 or 6 അപകടമാണ് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പേ അമേരിക്കയിൽ നടന്ന ഒരു വിമാനാപകടത്തിൻ്റെ വാർത്ത വായിച്ചിട്ടാണ് ഈ റെക്കോർഡിങ്ങിന് ഇരിക്കുന്നത്. ഒരു വലിയ വിമാനാപകടത്തിൽ നിന്ന് അനേകർ മരിച്ച ഒരു വലിയ വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവം രക്ഷിച്ച ഒരു കുടുംബത്തിൻ്റെ കഥ നമ്മളിന്ന് എൻ്റെ കഥയിലൂടെ കേൾക്കാൻ പോവുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഇതിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൊണ്ട് അടുത്ത് വരുവാതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയദാസനായി ദാസിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അവരുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം മുറ്റുമായി സമർപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ പ്രേക്ഷകരെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് കർത്താവ് അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ തുക്കണം. അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ വളരെ വലിയൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒരു വലിയ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രിയപ്പെട്ട വിജയമോഹൻ അങ്കിളും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുമാണ് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്വാഗതം അങ്കിളെ, ആൻറ്റി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ആസാദി ചാനലിൽ വന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അല്പസമയങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വദേശം കണ്ണൂരാണ് ഇപ്പോഴല്ലേ? കണ്ണൂരാണ് ഇപ്പോൾ, കോഴിക്കോട് താമസിക്കുന്നത്. ശരി. ജനിച്ചു വളർന്നതൊക്കെ അവിടെ തന്നെയാണോ? ജനിച്ചത് മംഗലാപുരത്താണ്. എൻ്റെ പിതാവ് ജോലിയായിരുന്നു. ഓ ശരി. മംഗലാപുരത്താണ്. 2 ആൺമക്കളാണ്. മൂത്തവൻ കുടുംബമായിട്ടും ദുബായിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഒരു കൊച്ചുമകനുണ്ട്. രണ്ടാമത്തവൻ ഇവിടെ കോഴിക്കോട് ജോലി ചെയ്യുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു ഞങ്ങളോട് കൂടെ. മംഗലാപുരത്ത് ജനിച്ചതെങ്കിൽ ഇപ്പോൾ കണ്ണൂർ താമസിക്കുന്നു. ആന്റിയുടെ സ്വദേശം എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് തന്നെയാണ്. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. ജമീമ എന്ന പേരല്ലേ? വേദപുസ്തകത്തിലെ പേരാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പേര്. നമുക്ക് അനുഭവങ്ങളൊക്കെ കേൾക്കണം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള നിങ്ങളുടെ രണ്ടുപേരുടെ അനുഭവങ്ങൾ കേൾക്കണം. ഞാൻ ആരംഭത്തിൽ പറയുകയായിരുന്നു, ഈ ദിവസങ്ങളിലൊക്കെ ചുറ്റും ഒത്തിരി വിമാനാപകടങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ദക്ഷിണ കൊറിയയിലുണ്ടായ ഒരു വലിയ സംഭവം, 2 പേരും മാത്രമാണ് ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടത്. ഖസാക്കിസ്ഥാനിലുണ്ടായ അപകടം, അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ചെറുതും വലുതുമാകുന്ന ഒരു 6 അപകടങ്ങൾ കഴിഞ്ഞ 8-10 ദിവസത്തിനകമായിട്ട് സംഭവിച്ചിരിക്കുന്നു. സാധാരണയായിട്ട് കമ്പാരിറ്റീവ്ലി വിമാനയാത്ര എല്ലാ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചുള്ള യാത്രയാണ്. അതുകൊണ്ട് അപകടങ്ങൾ കുറവാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അത് പലപ്പോഴും വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഒരു ആശങ്കയുടെ ഭയത്തിൻ്റെയൊക്കെ കാരണമായി തീരുന്നു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചൊരു സാക്ഷ്യമാണുള്ളത് അല്ലേ? ആ വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കണം. അതോടൊപ്പം തന്നെ ജീവിതാനുഭവങ്ങൾ കേൾക്കണം. വിശ്വാസത്തിലേക്ക് വന്ന അനുഭവങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് കേൾക്കണം. അപ്പം ആദ്യം മുതൽ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾക്ക് 2 പേർക്കും പറയാം. ഞാൻ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. അങ്കിളിനോ ആൻറ്റിക്കോ 2 പേരിൽ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം. ഇനിയുള്ള സമയം ഞാൻ നിങ്ങൾക്ക് 2 പേർക്കുമായിട്ട് അങ്ങ് വേർതിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട് ദൈവസഭയിലുണ്ടായിരുന്ന മലബാറില് കർത്താവിന്റെ ദക്ഷിണേന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ കെ മൈക്കിളിന്റെ ഏക മകളാണ് ഞാൻ. കർത്താവ് എൻ്റെ പിതാവ്
ഒരു പൊന്നമ്മ സന്യാസിനി എന്ന് പറഞ്ഞ ഒരു സുവിശേഷകയിലൂടെ സുവിശേഷം കേട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ പക്ഷത്തേക്ക് വന്ന ആളാണ്. സുവിശേഷ ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യവേ കർത്താവ് പിതാവിനെ പൂർണ്ണസമയ സുവിശേഷ വേലക്കായിട്ട് വേർതിരിച്ചു. തൻ്റെ പിതാവിന്റെ പിതൃസ്വത്തിൽ നിന്ന് ഒന്നും തന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന പേരുകൊണ്ട് CSI കുടുംബത്തിലാണ് പിതാവ് ജനിക്കാനിടയായത്. ആ കാരണം കൊണ്ട് തന്നെ പിതാവിന്റെ ഒരു സ്വത്തും പിതൃസ്വത്തും ഒന്നും കൊടുക്കാനിടയായില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് അന്ന് CSIയിലെ സ്ഥിരീകരണവും അതൊക്കെ എടുക്കേണ്ട പ്രായത്തിലാണ് പിതാവ് രക്ഷിക്കപ്പെടാനിടയായത്. അങ്ങനെ അതിനുശേഷം തൻ്റെ 21-ാമത്തെ വയസ്സിലാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. കർത്താവ് അനേക കഷ്ടങ്ങളിലൂടെ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് കർത്താവിനെ സാക്ഷീകരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കഷ്ടത ഒരു വരമാണ്. ദൈവവചനം, ദൈവിക രോഗശാന്തിയിലുള്ള വലിയ വിശ്വാസം, ഇതൊക്കെ കൈമുതലായിരുന്ന ഒരു പിതാവായിരുന്നു. ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ തുടങ്ങിയ ഉപദേശത്തിലെ അവസാനം വരെ എൻ്റെ പിതാവ് നിലനിന്നിരുന്നു. ദൈവിക രോഗശാന്തിയിലുള്ള വലിയ വിശ്വാസം നിമിത്തം അവസാനം വരെയും മരുന്ന് ഉപയോഗിക്കാൻ ഇടവരാതെയാണ് എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരുന്നത്. എൻ്റെ പിതാവിനോടുള്ള ദൈവത്തിന്റെ നീതിയാണ്, തൻ്റെ ഭക്തന്മാരോടുള്ള നീതി അവൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു നിവൃത്തിയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ ഈ പ്ലെയിൻ ക്രാഷിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കുകയാണ്. കർത്താവിന്റെ വേലക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി നിലനിന്ന എൻ്റെ പിതാവിനോടുള്ള നീതിയാണത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പാസനേജിലാണ് വളർന്നതൊക്കെ. അനേക ദൈവമക്കളുടെ കരുതലും സ്നേഹവും ദൈവമക്കളുടെ കൂട്ടായ്മയൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രചോദനമായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും സ്നാനപ്പെടുവാനും ഒക്കെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടയായിത്തീർന്നു. പലയിടങ്ങളിൽ പിതാവിനോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ 25-ാമത്തെ വയസ്സിലാണ് എൻ്റെ പിതാവിന്റെ സ്വഭാവത്തോടെ ഏകദേശം അതുപോലെയുള്ള ഒരു ജീവിത പങ്കാളിയാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയത്. എൻ്റെ പിതാവാണ് തന്നെ സ്നാനപ്പെടുത്തിയതും എൻ്റെ പിതാവാണ്. കണ്ണൂർ ദൈവസഭയിലെ കണ്ണൂർ ദൈവസഭയിൽ ആണ് പുള്ളിക്കാരൻ സ്നാനപ്പെടുവാനും എൻ്റെ പിതാവ് സ്നാനപ്പെടുത്തുവാനും പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് കടന്നു വരുവാനും ഇടയായി തീർന്നു. വളരെ തൻ്റെ ജീവിതത്തിലും വളരെ നിന്ദകളും പരിഹാസങ്ങളും ശാരീരിക പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ കർത്താവ് അനുവദിച്ചു. വളരെ ശക്തനായി കർത്താവിന് വേണ്ടി അവിടെയൊക്കെ നിലകൊള്ളുവാനും കർത്താവ് സഹായിച്ചു. ഞങ്ങൾക്ക് 2 മക്കളെ ദൈവം ദാനമായി തന്നു, 2 ആൺകുഞ്ഞുങ്ങളെ. അവരെയും കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും കർത്താവിന്റെ വഴിയിൽ ജീവിപ്പാനും അവരുടെ ജീവിതത്തില് അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ കർത്താവിന്റെ വേലയിൽ അയപ്പാനും ഒക്കെ കർത്താവ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്കിളിന്റെ ചെറിയ ബാല്യകാലവും അങ്കിളുടെ രക്ഷാനുഭവം ഒക്കെ അങ്കിൾ തന്നെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. അങ്കിള് രക്ഷിക്കപ്പെട്ട അനുഭവം എങ്ങനെയാ? നമുക്ക് വിമാനാപകടത്തിന്റെ അനുഭവത്തിലേക്ക് പിന്നീട് കടക്കാം, എന്നാൽ അതിനു മുമ്പേ ഞങ്ങൾക്ക് അറിയണം. അങ്കിൾ ജോലി ചെയ്യുമായിരുന്നു അല്ലേ? പൂർണ്ണസമയ വേലയായിരുന്നോ? ജോലി ചെയ്യുമായിരുന്നോ? പൂർണ്ണസമയ വേലയായിരുന്നോ? എനിക്കൊരു കുറച്ച് നാള് ഗവൺമെന്റ് സർവീസ് ജോലി കിട്ടിയിരുന്നു, എംപ്ലോയ്മെന്റിൽ. അങ്ങനെ ഒരു ജോലി ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ലക്ഷ്യം മുഴുവൻ ജോലി ചെയ്യുക എന്നുള്ളതല്ല, സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹമേ അന്നും ഇന്നും ഉള്ളൂ. എവിടെയാ ജോലി കിട്ടിയത്? ജോലി കണ്ണൂർ ജില്ലയിൽ തന്നെയായിരുന്നു. ശരി. അപ്പം ജനിച്ച് വളർന്ന പശ്ചാത്തലവും വിശ്വാസത്തിൽ വന്ന എങ്ങനെയാണെന്നും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ സന്തോഷമാണ്. അതായത് എൻ്റെ പിതാവ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. കർണാടകയിലെ മംഗലാപുരത്തായിരുന്നു ജോലി. അവിടെയാണ് ജനിച്ചത്. എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ
പിതാവിൻ്റെ തറവാട് വീട്ടിലേക്ക് കണ്ണൂർ ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുവാനിടയായി. 3 ചേച്ചിമാരും 2 ജ്യേഷ്ഠന്മാരായിരുന്നു. എന്നാൽ മൂത്ത സഹോദരനെ ഞാൻ കാണുന്നതിന് മുന്നേ ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് താമസം തുടങ്ങി. കൂട്ടുകുടുംബമായിരുന്നു. കുറച്ചധികം സ്ഥലമുള്ള പറമ്പിലെ പുരാതനമായ തറവാട് വീടായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ വന്ന് താമസം തുടങ്ങിയപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സന്തോഷം നൽകുന്ന അനുഭവമായിരുന്നില്ല. അതുകൊണ്ട് ചെറുപ്രായത്തിലെ വളരെ ദുഃഖിതനായിട്ടാണ് വളർന്നത്. എന്നാൽ എനിക്ക് 6.5 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരണപ്പെടുവാനിടയായി. തുടർന്നുള്ള ജീവിതാനുഭവം വളരെ വിഷമകരമായ അനുഭവത്തിലോ കൂട്ടുകുടുംബത്തിൽ മുന്നോട്ട് നയിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ലഭ്യമായ ശിക്ഷണ നടപടികളൊക്കെയും വളരെ ചിരിക്കുവാനും കരയാനുള്ള അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് എൻ്റെ നിരാശയുടെ അനുഭവങ്ങൾ വർദ്ധിച്ചു പോകാനിടയായി. അപ്പോൾ കുടുംബത്തിൽ നിന്നും എനിക്ക് 12 വയസ്സുള്ളപ്പോൾ 2 കിലോമീറ്റർ അകലെയുള്ള ഒരു വാടക വീട്ടിലേക്ക് 12 വർഷക്കാലം താമസിപ്പാൻ തക്കനിടയായി തീർന്നു. ആ ദേശത്തുള്ള എൻ്റെ ബന്ധങ്ങളൊക്കെ വളരെ 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 അടുത്ത ബന്ധങ്ങളായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും ആ ദേശമാണ് എൻ്റെ ദേശം എന്ന് പറഞ്ഞ് അവിടെ പോവുകയും ആ ദേശക്കാരായ ദൈവത്തെ അറിയാത്ത അനേകർ തിങ്ങിപ്പാർക്കുന്ന ഏത് ഭവനങ്ങളിലും ഏതൊരു സമയത്ത് പോയാലും എന്നെ സ്വീകരിക്കുന്ന അനുഭവങ്ങൾ അവിടെ കണ്ടെത്തുവാൻ തന്നെ സാധിക്കുന്നുണ്ട്. അപ്പോഴേ അങ്ങനെ അവിടെ ജീവിക്കുന്ന കാലത്താണ് ഒരു പ്രായമുള്ള ഒരിക്കൽ മാത്രം കണ്ട ഒരു നമ്പൂതിരിപ്പാടിനെ പരിചയപ്പെടുവാനിടയായി. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ സുവിശേഷം കേൾപ്പാനിടയായത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം നിരാശാജനകമായ ജീവിതത്തിൽ പോകുന്ന എനിക്ക് ഈ അത്ഭുതകരമായ സന്ദേശം കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. ഞാനത് കേട്ട ഉടനെ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു. അവർ എന്നെ കളിയാക്കി. അവർക്ക് എന്തായത് അറിയുന്നില്ല. എൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലായില്ല. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത് അല്ലേ? അല്ല, എൻ്റെ പിതാവിൻ്റെ മാതാവ് ഒരു കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന സ്ഥലത്തുള്ള ഒരു പുരാതനമായ നായർ തറവാട്ടിൽ അംഗമായിരുന്നു. ഭർത്താവ് തമിഴ്നാട് സ്വദേശിയായിരുന്ന ഒരു മുത്തു എന്ന പേരുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എങ്ങനെയോ തമിഴ് പേര് മുത്തു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മുത്തു എന്ന പേരിൽ. അപ്പം വളർന്നതൊക്കെ ഇപ്പോൾ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണോ? അല്ലല്ല, വളരെ വളരെ അപൂർവമായുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാവുകളും അമ്പലങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളും യൗവനക്കാരായ കൂട്ടുകാരോടുള്ള വല്ലാത്ത ജീവിതമൊക്കെ നയിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ നമ്പൂതിരിപ്പാടിലൂടെ സുവിശേഷം കേൾക്കാനിടയായത്. മതബന്ധങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതം, ഹിന്ദുവല്ല ക്രിസ്ത്യാനിയുമല്ല അല്ലേ, പാരമ്പര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതം. ഒരു ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സാധ്യതകളും ആ ദേശത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ വളർന്നു. അപ്പോഴാണ് സുവിശേഷം കേട്ട് സന്തോഷം അറിയിച്ചപ്പോൾ എനിക്ക് സഹോദരിമാർക്ക് അറിയാത്തത് കൊണ്ട് അവരെന്തൊക്കെ എന്നോട് പറഞ്ഞ് കളിയാക്കി. പക്ഷേ നാളുകൾക്ക് ശേഷം എൻ്റെ ഭൂമിയുടെ കുടുംബ സ്വത്ത് ഭാഗിച്ചു ലഭിക്കാനിടയായി. അപ്പൊ ഞാൻ ഈ താമസിക്കുന്ന ഗ്രാമത്തിൽ കഠിനമായിട്ട് ജോലി ചെയ്യായിരുന്നു, പലവിധ ജോലികൾ. അപ്പോൾ ഈ ഭൂമി പുരാതന തറവാടായതുകൊണ്ട് അത് വൃത്തിഹീനമായിരുന്നു. ആരോട് താമസിക്കുന്നുണ്ടായിരുന്ന പരിസരമൊക്കെ കാട് നിറഞ്ഞായിരുന്നു. ഞാൻ പോയിട്ട് ആ പരിസരങ്ങൾ വളരെ മനോഹരമാക്കി കൊണ്ടിരുന്നു. അപ്പൊ അയൽവാസികളൊക്കെ വന്നിട്ട് പറയും, ഇവൻ മിടുക്കനാണല്ലോ എന്നൊക്കെ. പക്ഷെ ഞാനിൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ഉത്സാഹം കൊണ്ട് അങ്ങനെ ചെയ്തു വന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അതിന് മുന്നൊരു കാര്യം സംഭവിച്ചിരുന്നു. 1900 ഈ നമ്പൂതിരിപ്പാടിൽ നിന്ന് സുവിശേഷം കേട്ടതിന് ശേഷം 1973 ഞാനൊരു പ്രായമുള്ള മനുഷ്യൻ, എനിക്കറിയുന്ന ഒരു പ്രായമുള്ള ഒരു റിട്ടയർഡ് AO സാറിനെ പരിചയപ്പെട്ടു അർദ്ധരാത്രിയിൽ. അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച ഉടനെ എന്നോട് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു നമ്പൂതിരിപ്പാട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മാസങ്ങൾക്ക് മുന്നെയാണ് ഈ നമ്പൂതിരിപ്പാട് ഞാൻ പരിചയപ്പെട്ടത്. എൻ്റെ പേര് വളരെ അപൂർവമായ പേരാണ്. അത് ഇദ്ദേഹം ഓർത്തും കൊണ്ട് നിന്നെക്കുറിച്ച് ഒരു നമ്പൂതിരിപ്പാട് പറഞ്ഞെന്ന് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് വരുന്നത്. എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ഞാൻ നാട് കാണാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അന്നും ഇന്നും. അപ്പോൾ എന്നോട് നാളെ കണ്ണൂരിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള ഇപ്പോഴത്തെ എയർപോർട്ടിന്റെ അടുത്തുള്ള മട്ടന്നൂർ എന്ന സ്ഥലത്ത് വരുന്നോ ചോദിച്ചു. നാട് കാണേണ്ട ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു വരുന്നുവെന്ന്. അങ്ങനെ 1974 ജനുവരി 1-ാം തീയതി
അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഭവനത്തിൽ പോയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ഒരു കാറിൽ കുറച്ച് ചെറുപ്പക്കാർ സൗണ്ട് സിസ്റ്റവും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചും കൊണ്ട് ഈ മട്ടന്നൂരേക്ക് പോവാണ്. ഒരു പാട്ടും പാടിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ കേൾക്കാത്ത പാട്ട്. ഞാൻ പ്രകൃതി ആസ്വദിച്ചും കൊണ്ട് അങ്ങനെ മട്ടന്നൂരിൽ എത്തി. മട്ടന്നൂരിൽ എത്തിയ ഉടനെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്താണെന്ന് അറിയുമോ? ഇവർ സൗണ്ട് സിസ്റ്റം ഒക്കെ അവിടെ ഫിറ്റ് ചെയ്ത് പാട്ട് പാടി പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് വല്ലാത്ത നാണം തോന്നി. ഞാൻ ഓടി അവിടെ ഒരു കടയുടെ മറയിൽ മറഞ്ഞിരുന്നു, എന്നെ ആരും കാണരുതെന്നുള്ള ചിന്തയിൽ. എൻ്റെ തെറ്റായ ധാരണയായിരുന്നു, അത് ചിന്തയായിരുന്നു. ഒടുവിൽ അവർ തിരിച്ചു അവരോട് കൂടെ വന്ന് ഇതേപോലെ അവർ പാട്ടും പാടി വന്ന് ഞാൻ അവരോട് വന്ന ഉടനെ എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ കാണാത്തൊരു ദേശത്ത് പോകുന്നുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ക്ഷണിക്കുന്നതിനും കാട്ടി മുന്നേ പോകാൻ തയ്യാറായിരുന്ന എന്നെ ക്ഷണിച്ചവിടെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉത്സാഹവും തീവ്രതയും അവർ കണ്ട് അവർ വിചാരിച്ചു, ഓ ഇവൻ ഈ സുവിശേഷത്തോട് വലിയ താല്പര്യമാണെന്നുള്ള ചിന്തയിൽ എന്നെ പല സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടേ. ഞാൻ ഈ പ്രകൃതി ആസ്വദിച്ച് നാട് കണ്ടുകൊണ്ടിങ്ങനെ ഇവരോടൂടെ പോയി. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇവർ പല പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പാപക്ഷമ യേശു കർത്താവിൽ നിന്ന് ലഭിച്ചു, യേശു കർത്താവിൽ കൂടി മാത്രമേ പാപക്ഷമയുള്ളൂ, മരിച്ചാൽ സ്വർഗം കിട്ടുന്നവർ പറഞ്ഞു. എനിക്കിത് ഒരു ചെവിയെ കേട്ട് മറ്റേ ചെവിയെ തള്ളി ഞാൻ നാടും കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഭൂമി പാർട്ടിഷൻ ചെയ്ത് കിട്ടിയത്, കുടുംബസ്വത്തിൽ. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ച്, ജീവിക്കാനും കഴിയുന്നില്ല, മരിക്കാനും കഴിയുന്നില്ല, ആകെ നിരാശ. ഇവർ പറയുന്ന ഞങ്ങൾക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, മരിച്ചാൽ സ്വർഗം കിട്ടും, ദൈവത്തെ അറിഞ്ഞനുസരിക്കും, ഇതെന്ത് പരിപാടി? അങ്ങനെ നിരാശനായിട്ട് എൻ്റെ പണിയായതുമെല്ലാം ഒരു മൂലയ്ക്ക് വെച്ച് ഈ വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്നു. എനിക്ക് കൂട്ടിനുണ്ടായിരുന്ന പഴയ പൂഴി, മൺകെട്ട, മെടഞ്ഞ ഓല, പാമ്പും ഉണ്ടായിട്ടില്ല കൂട്ടത്തിൽ. അതിൻ്റെ മധ്യത്തിൽ നിരാശനായിട്ട് ഇങ്ങനെ ഇരിക്കും. ജീവിക്കാനും മരിക്കാനും കഴിയുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യുന്നില്ല ചിന്ത ഭരിച്ചപ്പോഴാണ് ഈ കഴിഞ്ഞ നാളുകളായി കേട്ട സുവിശേഷ സത്യം എന്നെ ചിന്തിപ്പാനിടയായി. ഞാൻ ചിന്തിച്ചു, ശരി, അവർ പറയുന്ന പോലെ ഞാനും പാപിയാണല്ലോ, പക്ഷെ ക്രിസ്തുവിൽ കൂടി എന്താണ് ഈ പാപക്ഷമ? അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണുനീരോടുകൂടി എൻ്റെ പാപങ്ങളെ കണ്ടെത്തി ഓർത്ത് നിലവിളിച്ചും കൊണ്ട്, യേശു കർത്താവെ എൻ്റെ പാപങ്ങൾ ക്ഷമ നൽകണമെന്ന് അപേക്ഷിപ്പാനിടയായി. എനിക്ക് അവിശ്വസനീയമായ നിലയിൽ എൻ്റെ ജീവിതത്തിൽ സമ്പൂർണമായ രൂപാന്തരം ആ നിമിഷം സംഭവിച്ചു. കുറേ നിമിഷത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇത് സംഭവിച്ചോടെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? എൻ്റെ ഉപകരണങ്ങളെല്ലാം അവിടെ വെച്ച് ഞാൻ ഓടി എൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, യേശു കർത്താവിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നിങ്ങൾക്കും തരുന്നു. അവർ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എൻ്റെ ഈ സന്തോഷം അടക്കി വെക്കാൻ കഴിയാതെ ഞാൻ അടുത്ത വീടുകളിലെല്ലാം പോയി പറഞ്ഞു, യേശു കർത്താവിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നിങ്ങൾക്കും തരും. എനിക്ക് വേറെ ഒന്നും പറയാനറിയില്ല. അവർ എടാ നീ ഇന്നലെ വരെ ഞങ്ങളോടുകൂടെ ഇങ്ങനെ ജീവിച്ചെനിക്ക് എന്താ പറയുന്നത്, എനിക്ക് തലക്ക് വട്ടായിപ്പോയോ? അങ്ങനെ ഞാനിത് അടങ്ങാതെ വേറെ ഒരു ചിന്ത എനിക്കില്ല. മറ്റു ഭവനങ്ങളിലെല്ലാം കടന്നുപോയി കൂടുതലൊന്നും പറയാതെ യേശു കർത്താവിൻ്റെ പാപങ്ങളിൽ മോചനം നൽകി നിങ്ങൾക്കും തരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എന്നെ വാക്കിലൊക്കെ പലരും ഒതുക്കി. പക്ഷെ എനിക്ക് ഉയിര് കിട്ടുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു, യേശു കർത്താവിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നിങ്ങൾക്ക് നൽകുന്നു. അത് പറഞ്ഞതിൻ്റെ അനന്തരഫലമായ വിവരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് എനിക്ക് തുറന്ന് പറയാനുള്ളത്. ശരി, അപ്പോൾ രക്ഷാനുഭവങ്ങളൊക്കെ അതായിരുന്നു അല്ലേ? അതിനുശേഷം പിന്നെ ഉള്ള പ്രവർത്തനങ്ങൾ എന്തുവായിരുന്നു? കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനങ്ങൾ ദിവസേന കാണുന്നവരോട് ഈ രക്ഷയുടെ മഹാസന്തോഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് കൈവശമൊന്നുമില്ല. അതിന് പലരും എന്നെ ഉപദേശിച്ച് ഗൾഫിൽ പോയി ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, ജോലി ചെയ്യും, പല ജോലി ചെയ്ത് പണം, വീട്ടിലും സാമ്പത്തികമായ വളരെ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ഈ ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ല. ഇത് സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ എൻ്റെ ഭാരത അന്നും ഇന്നും ഉള്ളൂ. പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അനേകരോട് പറയാൻ തുടങ്ങി. അപ്പം വിചാരിച്ചു, വെറുതെ പറഞ്ഞു പോയതുകൊണ്ട് എന്താ കാര്യം? അങ്ങനെ ഡയറിയിൽ അവരുടെ പേരും ഡീറ്റെയിലും എഴുതുവാനും ചിലരുടെ ഹാൻഡിൽ അവരുടെ അഡ്രസ്സ് വാങ്ങി കളക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇടയായിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആഴ്ചയും മാസവും കൊല്ലവും വരുമ്പോൾ അവരെ ഓർത്ത് തിരിഞ്ഞു നോക്കി ഡയറി മുൻകാലങ്ങളിലെ വരാൻ പോകുന്ന മാസങ്ങളിലെ കഴിഞ്ഞ നാളുകളിലെ കാര്യങ്ങൾ ഓർത്ത് നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും സ്വന്തം ഹാൻഡിൽ അഡ്രസ്സ് നൽകിയവരെ വീണ്ടും ബന്ധപ്പെടുവാനും ദീർഘവർഷങ്ങൾക്ക് മുന്നേയുള്ളവരെ പോയി കോണ്ടാക്ട് ചെയ്യാനും ചിലർ എൻ്റെ ഭവനത്തിൽ വന്ന് മുന്നോട്ട് പോകാനും ഇടയായിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകാരോടും അവിടെ പോയും അല്ലാതെയും പല രാജ്യക്കാരോടും ചില രാജ്യങ്ങളിൽ പോയും അല്ലാതെയും സുവിശേഷം വന്ന് പോയിക്കൊണ്ടിരിക്കാൻ ദൈവടിയായിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ അത്ഭുതകരമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പിന്നാലെ പറയാം.
അതെ, അതെല്ലാം നമുക്ക് കേൾക്കണം കേട്ടോ. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ആ വിമാനാപകട സംഭവത്തിലേക്ക് വരാം. ഇനി അത് പറയാം. നമ്മുടെ കരിപ്പൂർ വിമാനാപകടം, 21 പേര് ആ അപകടത്തിൽ മരിച്ചല്ലേ? അതെ. 21 പേര് മരിച്ചൊരു വിമാനാപകടം, അതൊരു ചെറിയ സംഭവമല്ല. അപ്പൊ അതൊന്ന് കേൾക്കണം, അത് പറയാം കേട്ടോ. എല്ലാ കുട്ടികൾക്കും എന്നെ പോലെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വിമാനം കാണണം. ഇപ്പോഴും പല പ്രായമുള്ളവർക്കൊന്ന് വിമാനത്തിൽ കയറണം എന്നുള്ള ആഗ്രഹമുള്ള എത്രയോ പേരുണ്ട്. കഴിയാത്തവർ ദുഃഖിക്കുന്നതും കാണും. ഇപ്പോഴും ധാരാളം പേര് വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ വിമാനം കാണുന്ന ആഗ്രഹത്തിൽ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിമാനം വീണ് കിട്ടണേ എന്നാണ് പലപ്പോഴും ചെറുപ്രായത്തിൽ ആഗ്രഹിച്ചത്. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഈ പ്രവർത്തനം മനസ്സിലാക്കിയ ഒരു ടീം, എന്നെ പോലെ ചെയ്യുന്ന പലരും പോലെ ചെയ്യുന്ന എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 100 പേരെ ഒരു ടീം ക്ഷണിച്ചു. അതിൽ 60 പേരെ സെലക്ട് ചെയ്തു. അതിൽ 12 പേരെ സൗജന്യമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് എന്നെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി. എവിടത്തേക്കെന്ന് അറിയോ? സിംഗപ്പൂരിലേക്ക്. അത് എനിക്ക് വിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു, വർഷങ്ങൾക്ക് മുന്നേ. അപ്പോഴും അതിനുശേഷം ധാരാളം വിമാനയാത്രകൾ ചെയ്യാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം വിദേശത്തോടുള്ള ബന്ധത്തിൽ 4, ഇന്ത്യയോടുള്ള ബന്ധത്തിൽ 3 യാത്ര ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിൽ പ്രധാനമായ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പല വിമാനയാത്രക്കാരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നവരോട് സുവിശേഷം പറയാറുണ്ടോ, മറ്റുള്ളവർ പറയാറുണ്ടോ? വ്യക്തമായ മറുപടി എനിക്ക് ലഭിച്ചില്ല. പക്ഷെ ഞാൻ കയറി ഉടനെ വിമാനത്തിൽ എന്ത് ചെയ്യാനെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ എയർ ഹോസ്റ്റസ് പ്ലെയിനിൽ ലാൻഡ് ചെയ്ത ഉടനെ എയർ ഹോസ്റ്റസ്മാർ ക്യാബിനിലേക്ക് പോകുന്ന കണ്ടപ്പോൾ ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് നേരെ അവരുടെ പോയിട്ട് അവരോട് സുവിശേഷം പറഞ്ഞു. അവരുടെ സന്തോഷം പറയണ്ട, എൻ്റെ സന്തോഷം അതിന്മടങ്ങ് വർദ്ധിച്ചു. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായി, എയർ ഹോസ്റ്റസ്മാരോട് സുവിശേഷം പറയണം. അതിനെന്ത് ചെയ്യണോ? ടാക്സിയിലോ ഓട്ടോയിലോ ട്രെയിനിലോ പോയാൽ പറ്റില്ല, പ്ലെയിനിൽ പോകണ്ടേ? ദൈവം അതിന് ധാരാളം വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടങ്ങളൊക്കെ പറയാൻ കഴിയുക മാത്രമല്ല, അങ്ങനെ യാത്ര ചെയ്തവരെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരോട് പല ദൂരദേശങ്ങളിൽ പാർക്കുന്നവരുമായിട്ടും ഇപ്പോൾ വാട്സാപ്പിൽ ശ്രദ്ധിക്കുവാനും ചിലരുടെ ഭവനത്തിൽ പോകാനും സുവിശേഷം പറയാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ്റെ അടുത്ത് പോയിട്ട്, കൊറോണ സമയത്തിന് മുന്നെയാണ് പോയത്. അതുകൊണ്ട് 6 മാസം അവിടെ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് കിട്ടിയ പ്ലെയിനിൽ നാട്ടിൽ വരണം എന്നുള്ള ആഗ്രഹത്തിൽ പുറപ്പെട്ടപ്പോൾ എല്ലാ PP കിറ്റൊക്കെ ധരിച്ച് വെള്ളം പോലും കുടിക്കാതെ എയർ ഹോസ്റ്റസ്മാർ വളരെ 3-4 പേര് മാത്രമുള്ള പുരുഷന്മാർ മാത്രമേ ഉണ്ടായുള്ളൂ. തിങ്ങി നിറഞ്ഞ യാത്രക്കാരുമായുള്ള പ്ലെയിനിലായിരുന്നു ഞങ്ങൾ വന്നത്. സാധാരണ അടുത്ത യാത്രക്കാരോട് സംസാരിക്കാൻ പോലും ഒരു വായ പോലും തുറക്കാതെയാണ് ഈ PP കിറ്റ് ധരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിന് 5 നിമിഷം മുന്നേ ഞാൻ ഗാഢ നിദ്രയിലായിപ്പോയി. അതിനു മുന്നേ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും ഉണ്ടായില്ല. ഒരു ടോഫി അല്ല, ചോക്ലേറ്റ് രണ്ടാളും ഭാഗിച്ച് കഴിച്ചു. പിന്നെ ഞാൻ ഗാഢ നിദ്രയിലായിപ്പോയി. എന്നെ ഉറങ്ങാൻ വേണ്ടി തന്നതൊന്നും അറിയില്ല, ഉറങ്ങിപ്പോയി. ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയൊരു ഗുഹ പോലെ കണ്ടു. കുറേ വാഹനങ്ങൾ അടിച്ച് കൂട്ടിയിട്ടതുപോലെ കണ്ടു. കുറേ അകലെയായിട്ട് 2 സീറ്റിൻ്റെ മുന്നിൽ കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്ന കണ്ടു. പക്ഷേ ഞാൻ അന്നേരം കൂട്ട നിലവിളിയും മരണവും സംഭവിക്കുന്നു. എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒരൊറ്റ റോയിൽ ലെഫ്റ്റിൽ രണ്ടാമത്തെ ഒരു സ്ത്രീ ആയിരുന്നു. അവർ കഴുത്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് പുറകോട്ട് മറിഞ്ഞ് അവിടെ തന്നെ മരിച്ചു. മുന്നിൽ കൂട്ട നിലവിളിയും മരണങ്ങൾ നടക്കുന്നു. പക്ഷെ ഞാൻ എപ്പോഴും മരണം വന്നാലും ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവ് എത്തുന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ട് ഈ അനുഭവം പ്രാപിക്കണമെന്ന് അനേകരോട് പറഞ്ഞിട്ടിരിക്കുന്ന എനിക്ക് അവിടെ വെച്ച് ശാന്തമായിരുന്നു ദൈവത്തിന് നന്ദി പറയുന്നത്. കൂട്ട നിലവിളിയും മരണവും നടക്കുകയാണ് കണ്ണിൻ്റെ മുന്നിൽ. സീറ്റ് ബെൽറ്റ് ഞാൻ ഊരാൻ 3 പ്രാവശ്യം ശ്രമിച്ചു, കഴിഞ്ഞില്ല. ആരോ എന്നെ വിടുവിച്ചു. തുടർന്ന് ഞാൻ പുറകിലെ എയർ ഹോസ്റ്റസിന്റെ ക്യാബിൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് ഇതെന്താ ഡോറ് തുറക്കാത്തെന്ന് ചോദിച്ചത് ഓർമ്മയുണ്ട്. തുടർന്ന് വഴിക്കുള്ളൊരു ഹോസ്പിറ്റലിൽ എന്നെ ഇറക്കിയപ്പോഴാണ്, കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ബോധം വന്നത്. തുടർന്ന് വീട്ടിൽ വന്ന് ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പോൾ നോക്കുമ്പോൾ അയൽവാസികളൊക്കെ അടുത്ത് വന്ന് ദൂരവേ നോക്കുന്നു. കാരണം ഒരു ഭീകര ജീവിയെ പോലെ. കാരണം ഈ കൊറോണ ആരും അടുക്കുന്നില്ല, ദൂരവേ നോക്കുന്നു, ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന് PP കിറ്റൊക്കെ അന്ന് പ്രത്യേകമായിട്ട് അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതൊന്നും അറിയാതെ വേഗം അത് അഴിച്ചവിടെ ഇട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്
അഡ്മിറ്റ് ചെയ്യുക ചെയ്തത്. കാരണം ഹോസ്പിറ്റലിൽ ഡയറക്റ്റായിട്ട് എയർപോർട്ടിൽ നിന്ന് പോകണം എന്നുള്ള ചിന്തയാണ് കാര്യം. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. കുളിച്ച് ഫ്രഷായിട്ട് ടിപ്പ് ടോപ്പിലാണ് ഹോസ്പിറ്റലിൽ പോയത്. ഒടുവിൽ അവിടെ ചികിത്സിച്ച ഡോക്ടർമാരും കൗൺസിലർമാരും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ ശാന്തതയും പ്രത്യാശയും കണ്ടുകൊണ്ട് അവർ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. കാരണം എപ്പോഴും മരണം വന്നാലും ദൈവസന്നിധിയിൽ ആത്മാക്കൾ എത്തുന്നുള്ള പൂർണ്ണ ബോധ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി വർഷങ്ങൾക്ക് മുന്നേ പ്രാപിക്കുകയും അത് മറ്റുള്ളവരോട് നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സന്തോഷകരമായ ആ അനുഭവത്തിന്റെ ബന്ധത്തിൽ അവിടെ ആശുപത്രിയിലായപ്പോഴും അവരെ ഞങ്ങളോട് ഡോക്ടറും കൗൺസിലർമാർ ചോദിച്ചപ്പോൾ അവരോട് ഞങ്ങൾ പ്രത്യാശയെക്കുറിച്ച് പറയാൻ ദൈവമിടയാക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. യാ, അങ്കിൾ ആ സമയത്ത് ഉറങ്ങിപ്പോയി അല്ലേ, ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ? 5 നിമിഷം മുന്നേ ആ ഇടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ കേട്ടത്. ഒന്നും മനസ്സിലായില്ല, എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോൾ വലിയൊരു ഗുഹ, കുറെ വാഹനങ്ങൾ അടിച്ചു കൂട്ടിയതുപോലെ. പക്ഷേ ആന്റി ആ സമയത്ത് ഉറങ്ങുമല്ലായിരുന്നല്ലോ. ആന്റിക്ക് എന്തോ അനുഭവപ്പെട്ടത് പറയാമോ? ഞാൻ ഉറങ്ങില്ലായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുമില്ല, പുള്ളിക്കാരനെ ഉറങ്ങുന്നത് ഞാൻ അറിഞ്ഞിട്ടുമില്ല. കാരണം ഈ PPE കിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ സൈഡിലേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ ഈ മുഖത്ത് ഇതൊക്കെ വെച്ചിട്ടല്ലേ, ഒന്ന് തിരിഞ്ഞൊന്നും നോക്കാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പ്ലെയിനിൽ കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ലൂസാക്കിയിട്ടില്ല, അഴിച്ചിട്ടില്ല, ഒന്നുമില്ല, അതേപോലെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് 6:49 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ലാൻഡിങ് അനൗൺസ് ചെയ്തപ്പോൾ ഞാന് പുള്ളിക്കാരനോട് പറഞ്ഞ്, വളരെ റൈറ്റ് ടൈം ആണല്ലോ, കറക്റ്റ് ആയിട്ട് പ്ലെയിൻ വന്നല്ലോ, റൈറ്റ് ടൈം വന്നല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്ലെയിനിൽ ഭയങ്കര ജേർക്കിങ്, പ്ലെയിൻ ഇങ്ങനെ ഇളകി ഭയങ്കര ജേർക്കിങ് വന്നു. ഒരു സാധാരണ 4-5 തവണ ഞാൻ പോയി വന്നിട്ടുണ്ട്, ഇതുവരെ അനുഭവപ്പെടാത്ത ഒരു ജേർക്കിങ് ഉണ്ടായപ്പോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അതെന്താ ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ ജേർക്ക് ചെയ്യുന്ന എന്നിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലെയിന് വളരെ ശബ്ദത്തിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നിലത്ത് ലാൻഡിങ് സാധാരണ നമ്മൾ അത്ര വലിയതായിട്ട് അറിയില്ലല്ലോ. നമ്മൾ പിന്നെ റൺവേയിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ അറിഞ്ഞ് അതോടുകൂടെ ലൈറ്റൊക്കെ ഓൺ ചെയ്യും, അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കുക. ആ സ്ഥാനത്ത് ഇതിങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് യഥാർത്ഥം ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലായിരുന്നു. അതേസമയത്ത് ഫ്രണ്ടിലിരുന്ന കോക്പിറ്റിന്റെ അടുത്തിരുന്ന ആളുകൾക്കൊക്കെ എന്താ സംഭവിക്കുന്നു ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അവര് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ക്രന്നുള്ളൊരു ശബ്ദത്തോടു കൂടെയാണ് ലാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ശബ്ദം വരുന്നതോടുകൂടെ തന്നെ വീഴലും കഴിഞ്ഞിട്ടുണ്ട്. കാരണം സെയിം അന്ന് വല്ലാത്ത കാറ്റും മഴയായിരുന്നു, ഭയങ്കര ശക്തമായ കാറ്റും മഴയായിരുന്നു. ആ കാറ്റിന്റെ ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നിരുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് വിൻഡോ തുറന്നു നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത പോലത്തെ ഭയങ്കര മഴയും വല്ലാത്ത കാറ്റുമായിരുന്നു. ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് അന്നത്തെ ആ പൈലറ്റ് ഒരുപാട് തവണ ഏറ്റവും അധികം അദ്ദേഹം ഈ കരിപ്പൂർ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, തനിക്ക് സ്വന്തം കൈവെള്ള പോലെ അത്രയും പരിചിതമാണ് കോഴിക്കോട് എയർപോർട്ടിന്റെ റൺവേ എന്നാണ്. എന്നിട്ടും അദ്ദേഹം റൺവേയുടെ നടുവിലാണ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇറക്കാൻ പറ്റിയത്. ആ പ്ലെയിന് ലാൻഡ് ചെയ്യിക്കാൻ പറ്റിയത് റൺവേന്റെ നടുവിലാണ്. അപ്പോൾ നല്ല കാറ്റായതുകൊണ്ട് സെയിം ഡയറക്ഷനിൽ വിൻഡ് ബ്ലോ ചെയ്തു. അതുകൊണ്ട് പുള്ളിക്ക് ഒരു കൺട്രോളും കിട്ടിയില്ല. അങ്ങനെയാണ് ഇത് പോയി. അങ്ങനെ പോയിട്ട് റൺവേ പിന്നെ ചുറ്റാനുള്ള സമയമില്ല, അപ്പോഴേക്ക് റൺവേ കഴിഞ്ഞു. അങ്ങനെയാണ് ഇത് പോയി ടേബിൾ ടോപ്പ് ആയിരുന്നതുകൊണ്ട് താഴെ പോയി ഒരു 45 മീറ്റേഴ്സ് താഴത്തേക്ക് പോയിട്ട് വീഴുന്നത്. വീഴുന്നത് ഇടിച്ചു വീണ് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് മനസ്സിലായി. പക്ഷെ ആ സമയത്ത് ആകെ ഒരു തരിപ്പായിരുന്നു, ഒന്നും മനസ്സിലായിരുന്നില്ല. കുറച്ച് സമയത്തേക്ക് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്കൊന്ന് കണ്ണുപോലും ഞാൻ തുറന്നിട്ടില്ല, കണ്ണടച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്കൊന്നും ക്ലിയർ ആയിരുന്നില്ല. കാരണം എനിക്ക് സ്പെക്സ് വെക്കാതെ
അത്ര കാഴ്ച ശരിയാവില്ല. അപ്പൊ ഞാൻ എൻ്റെ സ്പെക്സ് അവിടെ പോയി നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് അത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത് എൻ്റെ മുഖത്ത് നിന്ന് കയ്യില് ചോരയും ഇതൊക്കെ വരുവാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ കൈ കൊണ്ട് ഈ റൈറ്റ് സൈഡിലായിരുന്നു, കണ്ണിന്റെ താഴെയായിട്ട് അങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ അതങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു, താഴേക്ക് പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഞാൻ ഭയങ്കര ബ്ലീഡിങ് നോക്കുന്ന സമയത്ത് അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഷോൾ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കൈ വെച്ചോണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, അത് മൊത്തം പുകയാണ് ഉള്ളിൽ. നമ്മുടെ മണ്ണെണ്ണ സ്റ്റൗ ഒക്കെ അണച്ചാലുള്ള പോലത്തെ ഒരു സ്മെല്ലും ഉള്ളിലൊക്കെ പുക പോലെ അങ്ങനെ മൂടി. തീ പിടിക്കാനിടയായി തീർന്നോ? തീ പിടിച്ചോ? തീ പിടിച്ചില്ല. അതാണ് ദൈവം ഞങ്ങളെ സൂക്ഷിച്ച വലിയൊരു സൂക്ഷിപ്പ്. അതാണ് ഞാൻ ഇരിക്കുന്നത് ആ വിങ്ങിന്റെ സൈഡിലാണ്, നേരെ മേലെയാണ്. അപ്പൊ ശരിക്കും ഫ്യൂവലൊക്കെ അവിടെയാണല്ലോ സ്റ്റോർ. അപ്പം എന്തായാലും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മളെ ഉടനെ തീരേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലെയിൻ വീണു എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ചിന്തിച്ച അതാണ്, പ്ലെയിന് വീണു, ഇനി കത്തുകയാണ്. കാരണം മംഗലാപുരമൊക്കെ അങ്ങനെ കത്തിയതാണല്ലോ. അപ്പൊ പ്ലെയിന് വീണാൽ ഇനി കത്താൻ പോവുകയാണ്, ഈ പ്ലെയിൻ ഇപ്പൊ കത്തും എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. ഉടനെ ഞാൻ കർത്താവെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ ചേർക്കണേ, കർത്താവെ എന്നെ ഒരിക്കൽ കൂടെ കഴുകി ശുദ്ധീകരിക്കണേ, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ എന്നെ ചേർക്കണേ. ഇത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരു വാക്ക് പോലും രക്ഷിക്കണേന്നോ ഒന്നും ഞാൻ പറയാനിടയായില്ല. ഭയങ്കരമായിട്ട് ആളുകൾ ഇങ്ങനെ രക്ഷിക്കണേ, ദൈവമേ, പടച്ചോനെ, ഈശ്വരാന്ന് വിളിച്ച ആളുകൾ കരയുന്ന ഭയങ്കര ശബ്ദമാണ്. അതുപോലെ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യാശയില്ലാത്ത മനുഷ്യരുടെ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് മനസ്സിലാക്കി. മരണത്തെ മുഖാമുഖമായി കാണുമ്പോഴും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ യേശുകർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവൈതല് മരണത്തിന് മുഖാമുഖമായി കാണുമ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള പൂർണ്ണമായ നിശ്ചയമുള്ളതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ നിലവിളിക്കാനോ ഭാരപ്പെടാനോ ഇടവരില്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഒരു നങ്കൂരാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ അന്ന് വ്യക്തമായിട്ട് ഞാൻ അനുഭവിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ഒരു നിലവിളിയോ കണ്ണീരോ ശബ്ദമോ ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു. കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, പ്ലെയിനൊന്നും കത്തുന്നില്ല. പിന്നെ ആളുകളൊക്കെ മൊബൈലൊക്കെ അടിച്ച് മൊബൈൽ ലൈറ്റ് അടിച്ച് മുന്നിൽ വല്ലാതെ കരയും ഇതാക്കുകയും ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഞങ്ങളുടെ സീറ്റിന്റെ 2-3 സീറ്റ് അപ്പുറം വെച്ചാണ് ഇത് മുറിഞ്ഞു വീണത്. ഞങ്ങളെ ബാക്കിലേക്കുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. ആ പോർഷനിലുള്ള ആളുകളൊക്കെ വലിയ ഹസ്ബൻഡിനെ പോലെ തന്നെ കാര്യമായിട്ട് പരിക്കുകളൊന്നും പറ്റാത്ത ആളുകള് അവര് വന്നിട്ട് ഈ ഉള്ളിലിരിക്കുന്നവരെ ഒന്ന് സഹായിക്കാനൊക്കെ വേണ്ടി അവര് വരുന്നുണ്ട്. എന്നാല് എൻ്റെ സീറ്റിലും എൻ്റെ മുന്നിലുള്ള സീറ്റിലും ഒക്കെ ഉള്ളവര് അതേപോലെ ഞങ്ങളുടെ സീറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള റോയിലുള്ളവരൊക്കെ ഞാൻ അങ്ങനെ ഈ ഇടിച്ച ആഘാതത്തിൽ എൻ്റെ കാല് അങ്ങനെ മുന്നിലെ സീറ്റിന്റെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഇടിച്ച് അങ്ങനെ ഉള്ളിലേക്ക് കയറി ജാമായിപ്പോയി. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങനെ ജാമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഒറ്റ അടി പോലും ബാക്കോട്ടോ ഒന്നും നീങ്ങാനൊന്നും പറ്റില്ല. എൻ്റെ കാലിൽ ആ സീറ്റ് വന്ന് അമർന്ന് കിടക്കുകയാണ്. കാലിന്റെ മുട്ടിന്റെ താഴെയായിട്ടുള്ള ഭാഗത്ത് ആ സീറ്റ് വന്ന് അമർന്ന് കിടക്കുകയാണ്. എൻ്റെ തൊട്ട് മുന്നിലുള്ള സീറ്റിൽ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 2-2.5 വയസ്സുള്ള കുഞ്ഞ്, എന്നെ പോലെ തന്നെ മുഖത്തൊന്ന് അങ്ങനെ മാംസം പറഞ്ഞ് ആ കൊച്ചും അടിച്ച ഒരു തരിപ്പിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ കൊച്ചിനും വേദനയൊന്നും അറിയുന്നില്ല, അത് കരയുന്നൊന്നുമില്ല. ഞാനും എൻ്റെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കമ്പിയിലെ കഷ്ണങ്ങൾ, സ്പ്രിങ് പോലുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ എൻ്റെ മുടിയുടെ മേലിൽ നിന്നും കണ്ണിൻ്റെ അടുത്തു നിന്നൊക്കെ എടുത്ത് കളഞ്ഞു.
അതിലൊന്നുപോലെ എൻ്റെ കണ്ണിൽ തട്ടാതെ എൻ്റെ കർത്താവ് സൂക്ഷിച്ച്, എൻ്റെ കണ്ണിനെ അവൻ്റെ കരങ്ങൾ കൊണ്ട് കർത്താവ് മറച്ച്, എൻ്റെ കണ്ണിൽ ഒരു സ്പ്രിങ് പോലും തട്ടാതെ എൻ്റെ കർത്താവ് എൻ്റെ കണ്ണിനെ സൂക്ഷിച്ച്, എൻ്റെ പ്രാണനെ മാത്രമല്ല എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുകളെ എൻ്റെ അസ്ഥികളെ ഒന്നും ഒടിയാതെ കർത്താവ് സൂക്ഷിച്ച്, ഞാൻ ആ കാലുകൾ സീറ്റിന്റെ അടിയിലേക്ക് പോയി അമർന്നിരുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എൻ്റെ കാലുകളെ എൻ്റെ അസ്ഥികളെയൊക്കെ കർത്താവ് സൂക്ഷിക്കണേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിന് ഞാൻ അവിടെ ഇരുന്ന് ജസ്റ്റ് പ്രൈസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. കർത്താവെ നന്ദി, കർത്താവെ സ്തോത്രം, കർത്താവെ സ്തോത്രം. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണെങ്കിലും എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വലിയൊരു ഉറപ്പും പ്രത്യാശയും, അതാണ് ഏറ്റവും വലിയ, എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം അതാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രത്യാശ നമുക്ക് എത്രയും വലിയ നങ്കൂര ഉറപ്പുമാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ച ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു സമയമായിരുന്നു. ഒരിക്കൽ പോലും നിലവിളിക്കാനോ കരയാനോ ഇട വന്നില്ല. പിന്നെ അതിനുശേഷം പുറത്തുനിന്ന് ആളുകൾ വന്നു. ആ പരിസരവാസികൾ, എയർപോർട്ടിന്റെ ചുറ്റുമുള്ള ദേശനിവാസികൾ വളരെ സ്നേഹത്തോടെയാണ് കടന്നു വന്ന് അവരൊക്കെ അവരുടെ സ്വന്തം വാഹനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ അതിനകത്തുനിന്ന് എൻ്റെ സീറ്റ് വെൽഡർ കട്ടർ കൊണ്ടുവന്നിട്ട് മുറിച്ചാണ് എൻ്റെ സീറ്റ് മുറിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് എടുത്തത്. എൻ്റെ രണ്ട് കക്ഷത്തിലുമുള്ള 2 പേര് കൈ വെച്ച് എന്നെ വലിച്ച് സീറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് എന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലൊട്ടും നിലത്ത് അമർത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരത്തിലൊക്കെ വേദനയായിരുന്നു. ഒട്ടും കാലം നിലത്ത് അമർത്താൻ കഴിയില്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്നെ ചുമന്നാണ് കൊണ്ടുപോകുന്നത്. 2 പേര് 4 പേരൊക്കെ ചുമന്നിട്ട് പിന്നെ താഴത്തേക്ക് പ്ലെയിനിന്റെ താഴേക്ക് എത്തുമ്പോഴത്തേക്കും താഴെ 2 ആൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവര് എന്നെ ഒരു ഓമിനി വണ്ടിയിൽ കൊണ്ടുവന്നു, ബേബി മെമ്മോറിയലിൽ കൊണ്ടുവന്നു. എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ബ്ലീഡിങ് നിമിത്തമായിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മ അങ്ങനെ പോകുന്നുണ്ട്. എന്നാല് പൂർണ്ണമായിട്ട് ബോധം നഷ്ടപ്പെടാതെ കർത്താവ് സൂക്ഷിച്ച്, ബോധം പോകാത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴ് എൻ്റെ ഫോണ്, എൻ്റെ ബാഗില് ഫോൺ, എൻ്റെ ബാഗിൽ നിന്ന് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ എടുത്തു, മകന്റെ പേര് പറഞ്ഞു കൊടുത്തു. ഡോക്ടർ വിളിച്ച് തിരിച്ച് ഡോക്ടർ ബാഗിൽ ഫോൺ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ മോനെ വിളിച്ചിട്ടുണ്ട്, മകൻ എത്രയും വേഗം ഇവിടെ എത്തും എന്ന് പറഞ്ഞ് ഡോക്ടർ ഫോൺ വെക്കുന്ന കാര്യം വരെ പറഞ്ഞു വരുന്നവരെ എനിക്ക് ബോധം പോകാതെ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ICUയിൽ എത്തിയപ്പോഴാണ് പിന്നെ ബോധമൊക്കെ വന്നത്. അതുവരെ ദൈവം എൻ്റെ ബോധവും കൂടെ നഷ്ടപ്പെടാതെ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ശരിയായിട്ട് ബോധത്തോടു കൂടിയാണ് ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ വലിയ പരിപാലനം, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ എൻ്റെ പിതാവിനോടുള്ള ദൈവത്തിന്റെ നീതിയാണ് അത്. യഹോവയുടെ ദയോ തന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്നുള്ള കർത്താവിന്റെ ആ വാചനം, ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റി. അതിനുശേഷം മുഖത്ത് വലിയൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഇപ്പോഴത് കണ്ടാല് അത്ര ക്ലിയർ, അങ്ങനെ ഒരു വലിയൊരു മുഖത്ത് വലിയ പാടൊന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഇടത് കരം തീരെ പൊക്കാൻ കഴിയാതെ നോക്കുന്ന സമയത്ത് ഏകദേശം ഓഗസ്റ്റിൽ ഇത് സംഭവിച്ചതിന് ശേഷം പിന്നെ ഡിസംബറിൽ ആകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഒരു സർജറി ചെയ്തു. അങ്ങനെ 2 മേജറായ രണ്ട് സർജറി, കൈയുടെ ഈ റിസ്റ്റിന്റെ ഇവിടെയും ഒരു സർജറി ചെയ്തു. മുഖത്തും അങ്ങനെ സർജറി ചെയ്യാനിടയായി. ദൈവം ഇന്നും അനുഗ്രഹമായിട്ട് കർത്താവിന്റെ വേലയിൽ ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് ദൈവം നടത്തുന്നു. വലിയ അത്ഭുതകരമാകുന്ന ഒരു അനുഭവം. കാരണം ഭൂമിയിൽ കൂടെ ഓടുന്നൊരു വണ്ടി അപകടം ഉണ്ടാകുന്നില്ലല്ലോ. ഒരു ഫ്ലൈറ്റ് അപകടം എന്ന് പറഞ്ഞാൽ, വിമാന അപകടം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ ഫ്ലൈ ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. ഫ്ലൈറ്റ് താഴെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസമാണ്. അതായത് റൺവേയിൽ അതിൻ്റെ വീല് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ വന്നല്ലോ എന്നൊരു ആശ്വാസം. അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇനിയൊന്നും സംഭവിക്കത്തില്ലല്ലോ, നേരെ റൺവേയിൽ വന്നല്ലോ. എന്നാൽ ഇത് റൺവേയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് വലിയൊരു ഇടി സംഭവിക്കുന്നത്, അല്ലേ?
അതുകൊണ്ട് തന്നെ ഈ റൺവേയില് വന്ന് ഇത് ലാൻഡിങ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ പലരും ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ലൂസ് ചെയ്തിട്ട് എഴുന്നേറ്റ് ബാഗൊക്കെ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് വലിയ അപകടങ്ങൾ സംഭവിച്ചത്. ഇപ്പോഴും കഴുത്തിന് വരെ തളർന്നവരായിട്ട് വരെ ആളുകളുണ്ട്. ഞങ്ങള് ഇപ്പത്തെ 3-ാം വാർഷികത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അപ്പോഴും വീൽ ചെയറിലായവര്, ബെഡിൽ തന്നെ ആയിരിക്കുന്നവരൊക്കെ ഇപ്പോഴും ശേഷിക്കുകയാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു അതായത് റൺവേ കൂടെ കുറെ ദൂരം ഓടി കഴിഞ്ഞ ശേഷമാണ് ഇത് വന്ന് താഴെ വീഴുന്നത്. അതായത് റൺവേയുടെ പകുതിയിലാണ് ഇറങ്ങുന്നത്. പകുതിയിൽ ഇറങ്ങിയതുകൊണ്ട് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് ഇതിന്റെ സ്പീഡ് കുറഞ്ഞു നിർത്താനുള്ള അവസരം ഉണ്ടായില്ല. അതാ സംഭവിച്ചത്. പക്ഷെ അതിനകത്ത് നമ്മൾ സിസ്റ്റർ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ആളുകൾ ചെയ്യുന്നൊരു തെറ്റാണ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പേ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടി ചാടി എഴുന്നേക്കുക. അത് വളരെ അപകടകരമാണ്. ലാൻഡ് ചെയ്തെന്നുള്ളൊരു ആശ്വാസത്തോടു കൂടിയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നതെങ്കിൽ അത് വളരെ അപകടകരമാണ്. ഞാൻ ആ പിക്ചർ ഒന്ന് കാണിക്കാം. അതായത് ഇതൊരു ടേബിൾ ടോപ്പ് ഒരു എയർപോർട്ട് അല്ലെങ്കിൽ റൺവേ ആണെന്ന് പറയും. ഇതൊരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. 1 സെക്കൻഡ്, ഞാൻ ആ പിക്ചർ ഒന്ന് എടുത്തോട്ടെ. ഇതാണ് ആ പിക്ചർ. നിങ്ങൾ കാണുന്ന പോലെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴെ വീണതുപോലാണ് ഈ ഫ്ലൈറ്റ് കിടക്കുന്നത്. റൺവേ ഈ മലയുടെ മുകളിലാണ്. അതായത് റൺവേയുടെ പകുതി ഭാഗത്ത് ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് മുൻപോട്ട് ഓടി വന്ന് റൺവേ തീരുന്നത് കൊണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് ചെയ്തത്. മൂക്ക് കുത്തി വീണു, മുൻവശം മുഴുവൻ തകർന്നു പോയി. അത് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു 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 ലാൻഡിങ് സ്ഥലമാണ് ഈ ടേബിൾ ടോപ്പ് എയറോഡ്രോംസ് എന്ന് പറയുന്നത്. കാരണം ഒരു മലയുടെ മുകളിൽ ഒരു മേശയുടെ മുകളിൽ എങ്ങനെയാണ് പരന്ന പ്രതലമുള്ളത് അതുപോലെ ക്രമീകരിച്ചിരിക്കുന്ന റൺവേ ആണ്. അതുകൊണ്ടാണ് ടേബിൾ ടോപ്പ് എന്നതിനെ പറയുന്നത്. ഒരു മലയുടെ മുകളിൽ ഒരു നിരപ്പ്, ഒരു പ്രതലമുണ്ടാക്കി അവിടെ റൺവേ പണിയുന്നു. അപ്പോൾ ലാൻഡ് ചെയ്യാൻ വരുന്ന പൈലറ്റിന് പലപ്പോഴും ഈ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പം പറ്റാതെ പോകും. എവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൺവേ എവിടെയാണ് തുടങ്ങുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ പറയത്തില്ല, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് അതിനകത്തുണ്ട് എന്നാണ് സാധാരണ ഇത്തരത്തിലുള്ള എയർപോർട്ടുകളെ കുറിച്ച് ആളുകൾ പറയാറുള്ളത്. ചിലപ്പോൾ പൈലറ്റിന് തന്നെ കാൽക്കുലേഷൻ തെറ്റും. അങ്ങനെ എന്തോ സംഭവിച്ച ഒരു അപകടമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായത്. 21 പേര് മരിച്ചു. ആ പിക്ചറിൽ നമ്മൾ കണ്ടതുപോലെ ഫ്ലൈറ്റിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് ആ ഒരു ചിറകുകളുടെ സൈഡിലായിട്ടാണ് പ്രിയപ്പെട്ടവരിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ അങ്ങളെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേ എനിക്ക് ആദ്യം ടിക്കറ്റ് അവർ ബോർഡിംഗ് പാസ് തന്നത് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. ഞാൻ ബോർഡ് ചെയ്യാൻ വേണ്ടി ഗേറ്റിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സോറി നിങ്ങൾക്ക് സീറ്റ് ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും ബാക്കി തന്നു. അതായത് 31. ആദ്യം അങ്ങ് മുന്നിലായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. ഫ്രണ്ടിലാണെങ്കിൽ എളുപ്പം പെട്ടിയും എടുത്തുകൊണ്ട് ഓടിപ്പോകാമല്ലോ നമുക്ക്. അപ്പം പിന്നീട് ഈ അടുത്ത ദിവസങ്ങളിൽ പല ഫ്ലൈറ്റ് അപകടങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അതിനകത്തൊക്കെ ആളുകൾ പറയുന്നു പുറകിലുള്ളവർക്കാണ് രക്ഷപ്പെടാൻ സാധ്യത കൂടുതലെന്ന്, ഫ്ലൈറ്റ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, അപ്പോൾ ഈ ബാക്കിലിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. ബാക്കിലിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും കർത്താവ് രക്ഷിച്ചില്ലെങ്കിൽ ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അനുഭവം നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ മറ്റ് ജീവിതാനുഭവങ്ങൾ കൂടെ പറയാം കേട്ടോ. അതായത് വിശ്വാസ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലൊക്കെ അനുഭവിച്ച മറക്കാനാവാത്ത അനുഭവങ്ങൾ കൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. അതും ഞങ്ങൾക്ക് കേൾക്കണം. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ മധ്യത്തിലും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ വർദ്ധിച്ചു വരിക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം ഇങ്ങനെ പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചു, നീ ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നു, ഈ സുവിശേഷം മാത്രം പറഞ്ഞു പോകുന്നു, നിനക്ക് വരുമാനമൊന്നുമില്ലല്ലോ, നിനക്ക് ആര് പെണ്ണ് തരുന്നുള്ള ചോദ്യം വലിയ ചോദ്യമായിരുന്നു. അന്ന് ഗൾഫുകാരനെന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസമോ ജോലിയോ കുടുംബമോ ഒന്നും നോക്കാതെ പെണ്ണ് കൊടുക്കുന്ന കാലത്താണ്. അങ്ങനെയുള്ള എനിക്കാണ് അച്ഛനും അമ്മക്കുള്ള ഏക മകളെ തുണയായിട്ട് നൽകിയത്. ഏക മകൾ ആർക്കാണ് കൊടുക്കുക? അതുകൊണ്ട് പക്ഷെ ദൈവം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കാൻ വേണ്ടി.
അതും എന്നെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് ഞങ്ങളുടെ ജീവിതകാര്യങ്ങളൊക്കെ മെച്ചമായി മുന്നേറുവാനിടയായി. മക്കളെയും തരക്കേടില്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസം നൽകുവാനും തരക്കേടില്ലാത്ത ജോലിയിൽ പ്രവേശിപ്പാനും അനുഗ്രഹിക്കപ്പെട്ടവരായി അവരും ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നവരായി കണ്ട് സന്തോഷത്തോട് ജീവിച്ചു പോകാൻ ദൈവടിയായിക്കൊണ്ടിരിക്കുന്നു. അനേക ഭവനങ്ങളിലെ തലമുറകൾ വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ ധാരാളം വഴികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ശരി, ദൈവം സഹായിക്കട്ടെ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആൻറ്റി? അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാന് അതിനുശേഷം 2022 ഒക്ടോബറില് ക്യാൻസർ എന്ന രോഗം എന്നെ പിടിച്ചു. ഞാന് എനിക്ക് റൈറ്റ് ബ്രസ്റ്റിലും അതുപോലെ തന്നെ റൈറ്റ് ലെഗിന്റെ ഫീമറിലും ക്യാൻസർ ഉണ്ടെന്ന് അറിയാനിടയായി. 2022 ഒക്ടോബറിലായിരുന്നു അത്. പൗലോസിനോട് മെരീത്ത ദ്വീപിലെ ബർബരന്മാർ പറഞ്ഞതുപോലെ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ കൈവിട്ട് നീതിദേവി അവനെ വിട്ടില്ല, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ പലരും ആ രോഗം എനിക്ക് വന്നപ്പോൾ, ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നതായിട്ട് പിന്നെ ഇങ്ങനെ ഒരു രോഗവും വന്നപ്പോൾ പലരുടെയും ചിന്തയിൽ, പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവരൊക്കെ ആ രീതിയിലാണ് അത് എടുത്ത് എന്നോട് സംസാരിക്കാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ദൈവം അതിലും എന്നെ അതിശയമായിട്ട് ദൈവം എന്നെ നടത്തി. എനിക്ക് 6 കീമോ, അതിനുശേഷം രണ്ട് സർജറികൾ നടന്നു. പിന്നെ 18ഉം 5ഉം 23ഓളം റേഡിയേഷൻ നടത്തി. അതൊക്കെ കർത്താവ് അതിലൊക്കെ എന്നെ ധൈര്യത്തോടെ നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഒരു ഭയോ ഒന്നും കൂടാതെ തന്നെ ഞാൻ ആയിരുന്നു. ഈ അസുഖം വന്നപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഒട്ടും ഭയപ്പെടരുത്, ഭയം ഉണ്ടാവരുത്, അതാണ് നമുക്ക് വേണ്ടത്. രോഗത്തിനോട് വളരെ ധൈര്യത്തോടു കൂടെ അതിജീവിക്കണം. ഞാൻ പറഞ്ഞില്ല സാർ, ഭയമൊന്നുമില്ല, എനിക്ക് യാതൊരു ഭയവുമില്ല. കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവം അനുവദിച്ച് എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, യു ആർ സോ ബോൾഡ് എന്ന്. അങ്ങനെ കർത്താവ് അതൊക്കെ അതിജീവിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. എന്നെ പോലെ തന്നെ രോഗികളായിരിക്കുന്നവര്, എൻ്റെ അടുത്ത് വരുന്നവര്, അവര് രാത്രിയൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ കീമോ ചെയ്യുന്ന സമയത്ത് ഛർദില്, അതുപോലെ പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ കർത്താവ് എന്നെ സഹായിച്ചു. ഈ കീമോനോടുള്ള ബന്ധത്തിലുള്ള പ്രയാസങ്ങൾ, മുടി കൊഴിയുകയോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞാനൊരു രോഗിയാണെന്ന് പോലും പലരും അറിഞ്ഞിരുന്നില്ല. വർഷങ്ങളെ ശരിക്കും എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആളുകൾ എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടാകുന്ന തന്നെ മനസ്സിലാക്കിയത്. അതുപോലെ എന്നെ കണ്ടാൽ ആർക്കും പറയാൻ പറ്റൂലായിരുന്നു. ആദ്യത്തെ കീമോ കഴിഞ്ഞ 5 ദിവസങ്ങള് വളരെ ക്ഷീണമായിരുന്നു, ഭക്ഷണം കഴിക്കാനൊക്കെ പ്രയാസമാണ്. അത് കഴിഞ്ഞുള്ള 21 ഡേയ്സ് ഗ്യാപ്പിലാണ് കീമോ ആയിരുന്നത്. അപ്പൊ ഒരു കീമോ കഴിഞ്ഞ് ആ സൺഡേ ആരാധനയ്ക്ക് പോകാൻ പറ്റൂല, എന്നാൽ മറ്റു 2 സൺഡേസും ഞാൻ ആരാധനയ്ക്ക് പോയി. എൻ്റെ ആരാധന പോലും അങ്ങനെ മുടക്കാനിട വരാതെ കർത്താവ് എന്നെ സഹായിച്ചു. ഈ സർജറിന്റെ സമയത്ത് മാത്രമാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾ ആരാധനയ്ക്കൊന്നും പോകാതെ ഞാൻ ഭവനത്തിലായിരുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യാൻ നിൽക്കണം, കർത്താവിനെ സഹായിച്ചു. പലരും അതിനുശേഷവും പല പ്രയാസങ്ങളും ഈ ഇതിനോടൊക്കെ സംബന്ധിച്ച്, റേഡിയേഷനോടൊക്കെ ഉള്ള ബന്ധത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നത് എൻ്റെ അടുത്തുള്ള പേഷ്യൻസ് പറയുന്നത് കേൾക്കുമ്പോൾ കർത്താവിന് ഞാൻ ഇരുന്ന് നന്ദി പറയും. എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല. ഉറക്കത്തിനോ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും പ്രയാസമില്ലാതെ കർത്താവ് എന്നെ സഹായിച്ചു. എന്നെ പോലെ ഈ രോഗം വന്ന അനേകരോട് കർത്താവ് എന്നെ നടത്തിയ അവസ്ഥകളെ കുറിച്ച് പറയാൻ ഇപ്പോഴും കർത്താവ് എന്നെ സഹായിക്കുന്നു. ഈ പ്ലെയിൻ ക്രാഷിൽ അനേകരുടെ മുമ്പിൽ ഞാനൊരു ഒരു അത്ഭുത ജീവിയെ പോലെ ഇതിൽ രക്ഷപ്പെട്ടു. എൻ്റെ കൂടെ ജോലി ചെയ്തവരുടെ ഒക്കെ മധ്യേ ഞാൻ കർത്താവ് എന്നെ വിടുവിച്ച ആ വലിയ വിടുതൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ രോഗം വന്നപ്പോഴും, ഈ രോഗത്തിലും കർത്താവ് എന്നെ ശക്തീകരിച്ചു. കർത്താവ് എന്നോട് കൂടെ ഇരുന്നു. കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയും കർത്താവിലെ ആശ്രയിക്കുകയും ചെയ്ത മക്കളെ ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവ് കൂടെ ഇരുന്ന് പരിപാലിക്കും എന്നതിന് വലിയൊരു സാക്ഷിയാണ് ഞാൻ.
ആ, എന്നോട് ഈ അസുഖം നിനക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ ആളുകളുടെ മധ്യേ ഞാന് ദൈവത്തിന് നന്ദി പറയാനും അവരോട് കർത്താവിനെ കുറിച്ച് പറയാനും, അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറയുവാനും എനിക്കിടയായി തീർന്നു. ദൈവം നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. എനിക്ക് ഈ വാർഷികം 3 നടന്നു അവിടെ വിമാനത്തിനുള്ള ബന്ധത്തിൽ. ആ 3 സമയത്തും പലരുമായിട്ട് പരിചയപ്പെടുവാനും പലരോട് സുവിശേഷം പങ്കിടുവാൻ സാധിച്ചു. അതിന് മധ്യത്തിൽ ഒരു പ്രത്യേകമായൊരു സംഭവം ഉണ്ടായി. കുറെ PhD ഡിഗ്രി ഹോൾഡേഴ്സ് അവിടെ ഒരു എയർപോർട്ടിന്റെ അകത്തൊരു ഹാളിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അതിൽ എന്നെ ഒരു അത്ഭുത ജീവിയെ പോലെ ക്ഷണിച്ചു, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ എനിക്കൊരു ചെറിയൊരു കൊച്ചു പുസ്തകം കിട്ടിയിരുന്നു. വിട പറയും മുൻപേ എന്നാണ് ആ ബുക്കിന്റെ പേര്. ജോൺസൺ കുളങ്ങര എന്ന് പറയുന്ന ഒരു ബ്രദർ എഴുതിയതാണ്. ഞാൻ ഒരു മീറ്റിംഗിൽ ഈ പ്രത്യേക മീറ്റിംഗ് ക്രമീകരിച്ചതിന് മുന്നേ പോയപ്പോഴും ഒരു PhD-കാരൻ ആ ഒരു പുസ്തകം കൊടുത്തിരുന്നു. അദ്ദേഹം അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് എല്ലാവർക്കും ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രത്യേക മീറ്റിങ്ങിൽ എന്നെ അത്ഭുത വ്യക്തിയായിട്ട് ക്ഷണിച്ച് സംസാരിപ്പിക്കുകയും ഈ പുസ്തകം പല ഉന്നതന്മാർക്ക് വിതരണം ചെയ്യുകയും അവരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ ചെയ്തു. അതുമാത്രമല്ല, ഈ എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ സംസാരിച്ചത് പലർക്കും അയച്ചു കൊടുക്കാനും പലരും അതിലൂടെ സുവിശേഷം പല സ്ഥലങ്ങളിലുള്ള കേൾപ്പാനും എന്നെ എതിർത്ത് സംസാരിക്കുന്നവർ പോലും എൻ്റെ അനുഭവങ്ങൾ കേട്ടവർ പിന്നെ ശാന്തമായി എന്നോട് പ്രതികരിക്കാനും മിണ്ടാതിരിക്കുന്ന കാണുവാനും ദൈവം ഇടയായിക്കൊണ്ടേയിരിക്കുന്നു. അത് തുടർമാനമായി ചെയ്യുവാനും ദൈവം സഹായിക്കുന്നു. അതിന്റെ മധ്യത്തിൽ, ഈ പ്രവർത്തന മധ്യത്തിൽ ഒരു സുപ്രധാനമായ ഒരു സംഭവം നിരന്തരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമുണ്ട്. എനിക്ക് കൂടെ പ്രവർത്തകനായിട്ട് ഒരു 38 വർഷം മുന്നേ ഒരു സ്നേഹിതനെ കിട്ടി, ഒരു സഹോദരനെ. അദ്ദേഹത്തിന്റെ പേരും വിജയമോഹൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹം വിജയൻ എന്നുള്ള പേര് കട്ട് ചെയ്തിട്ട് മോഹൻ നായർ എന്ന പേര് മാത്രം ആക്കി. പക്ഷെ അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് കേടായി അരക്കീഴെ തളർന്ന വ്യക്തിയാണ്. അദ്ദേഹമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകാൻ ഫലമായിട്ട് അദ്ദേഹമായിട്ട് പല ദേശങ്ങളിൽ കടന്നു പോകാനും ശരീരം തളർന്നവരെ കൊണ്ടുവരുവാനും ഒരു സ്ഥാപനം തുടങ്ങുവാനും അത് വളരെ അനുഗ്രഹകരമായ നിലയിൽ പുരോഗമിച്ച് പോകാനും അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് എടുത്തിരുത്തണം കാറിൽ ഡ്രൈവ് ചെയ്ത് കേരളത്തിലുടനീളം പോകാനും തങ്ങളോടുകൂടെ താമസിക്കുന്ന സ്ഥാപനത്തിൽ പലരെയും പല കൈത്തൊഴിൽ ചെയ്യിപ്പിക്കാനും കാറ് വരെ ഓടിപ്പിക്കുന്നവരായിട്ട് എടുത്ത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമത്തിൽ പലരുമായിട്ട് സംസാരിക്കാൻ പോകാൻ തന്നെ ഇടയായിത്തീർന്നു. അതെനിക്ക് ജീവിതത്തിൽ ലഭ്യമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ്. പലർക്കും ആഗ്രഹം ഉന്നത വിദ്യാഭ്യാസവും കഴിവും സമ്പത്തും സൗകര്യമുള്ളവർ ലഭിക്കണമെന്നാണ്. എനിക്ക് ലഭ്യമായത് ഒരേ പേരുകാരനും എൻ്റെ ശരീരം ഇങ്ങനെ തളർന്ന വ്യക്തിയാണ്. അതിന് മുഖാന്തരമായിട്ട് പല കാര്യങ്ങളും ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ ആസാദി TV-യിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം വന്നിട്ടുണ്ട് അല്ലേ? അതെ 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 പാസ്റ്റർ മോഹൻ നായർ, കാരുണ്യ ഭവന്റെ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ കണ്ണൂരിലുള്ള പ്രത്യേകിച്ചും സ്പൈനൽ കോഡിന് പരുക്കേറ്റ് തളർന്നു പോയ ആളുകൾക്കൊരു അഭയകേന്ദ്രമാണ് കാരുണ്യ ഭവൻ. പാസ്റ്റർ മോഹൻ നായരും അതേ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയതാണ്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം വീൽ ചെയറിലൊക്കെയാണ്, എന്നാൽ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്നു. വിജയമോഹനങ്ങൾ ആരംഭം മുതലേ കാരുണ്യ ഭവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ചുണ്ടല്ലേ? ഞാൻ ആ ദേശം വെറും ദൈവത്തെ അറിയാത്ത സമൂഹം താമസിക്കുന്ന ഗ്രാമമായിരുന്നു. അപ്പൊ ഞാൻ 32 വർഷം മുന്നേ ആ ഗ്രാമങ്ങളിലൊക്കെ പോവുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവരാരും വിശ്വാസത്തിലേക്ക് വന്ന് പലരും അവരെ എന്നെ സ്നേഹത്തോടുകൂടി അവരുടെ ഭവനങ്ങളിൽ താമസിപ്പിക്കുകയും ഭക്ഷണമൊക്കെ തരുമായിരുന്നു. പക്ഷെ അവിടെ ഇദ്ദേഹത്തെ താമസിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു മൺകട്ടയുടെ വീട് കണ്ടപ്പോൾ അത് സുവിശേഷത്തിൽ ലഭിച്ചാൽ നല്ലതാണ് ആഗ്രഹിച്ചു. ചിലർ അദ്ദേഹത്തെ പരിചയപ്പെട്ട് അത് വാങ്ങിച്ചു കൊടുക്കാനിടയായി. അദ്ദേഹം മുഖാന്തരം അവിടെ ശുശ്രൂഷ ആരംഭിച്ച അന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ പ്രശ്നക്കാരെയൊക്കെ ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. എന്നാൽ ആ പ്രവർത്തനം വളരെ വിപുലീകരിച്ച് ചെയ്യാൻ കേരളത്തിൽ ഉടനീളം കടന്ന് വ്യാപിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പല യാത്രകൾ ചെയ്ത് ഇങ്ങനെയുള്ളവർ സന്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരുണ്യഭവന്റെ ചുമതലക്കാരിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ ട്രസ്റ്റീസിൽ ഒരാളാണ് പ്രിയ വിജയമോഹൻ അല്ലേ? അതെ, അദ്ദേഹം തന്നെ എന്നെ ആക്കിയതാണ്. എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഒരു നല്ല പ്രവർത്തനമല്ലേ, അതിനോട് ചേർന്ന് നിൽക്കുന്നു.
ദൈവം സഹായിക്കട്ടെ. എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിൽ ഈ അടുത്ത സമയത്ത് അതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? 29 ഒരു 40 സെന്റ് സ്ഥലവും ഒരു വീടും ഞങ്ങൾക്ക് പ്രവർത്തനത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതിൽ പല കാര്യങ്ങളും ഇനി ക്രമീകരിക്കാനുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ആരംഭിക്കാൻ വേണ്ടി പലരും പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുള്ള മുന്നോട്ട് പോകാനാണ്. പക്ഷെ ദൈവം അത് അത്ഭുതകരവും അതിശയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാട്ടുകാരും പരിചയപ്പെടുന്നവരൊക്കെ പലപ്പോഴും വന്ന് പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് കാണുവാൻ ഇടയായി. മുളയിൽ നിന്ന് തന്നെ അത് നുള്ളിക്കളയെന്നാണ് പലരും സംഘടിച്ച് പറഞ്ഞിരുന്നത്. പക്ഷെ ദൈവം സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ നാട്ടുകാർക്കും അത്ഭുത വിഷയമായിട്ട് ആ സ്ഥാപനം വളർന്ന് പന്തലിച്ച് പോകാനിടയായി. ഞാനിങ്ങനെ അറിയാനിടയായിത്തീരുന്നു, പത്തനംതിട്ടയിലേക്ക് ചില പ്രവർത്തനങ്ങൾ വരികയാണെന്ന് അറിയാനിടയായിത്തീർന്നു. എന്തായാലും അനേക ആളുകൾക്ക് പത്തനംതിട്ടയിലും ആരംഭിക്കുന്ന സെൻറ്റർ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അശരണർക്ക്, പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ ബലം നശിച്ച് തളർന്നു പോയ, സ്പൈനൽ കോഡിന് അപകടം സംഭവിച്ച ആളുകൾക്കൊക്കെ ഒരു അഭയകേന്ദ്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെയിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്കും വെയിൽ വന്നെന്ന് തോന്നുന്നല്ലേ? ശരി, കുഴപ്പമില്ല. നമ്മൾ ഈ റെക്കോർഡിങ് നടക്കുമ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉള്ളൊരു സമയമാണ്. തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ വെയിൽ നമ്മുടെ അടുക്കലേക്ക് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതെ അതെ, കുഴപ്പമില്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. പറഞ്ഞാട്ടെ. അതായത് ഈ കാരുണ്യ ഇങ്ങനെ ശരീരം തകർന്നവരെ അവര് ഭാര്യക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഒന്നും അവരെ പിന്നെ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ഒരുമിച്ച് വസിച്ച പിതാവിനെയോ മാതാവിനെയോ മക്കളെയെല്ലാം. പക്ഷെ ഞങ്ങളടുത്ത് എത്തിച്ചേർന്നാൽ അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവർക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി പല കൈത്തൊഴിൽ ചെയ്യുന്നവരും 4 വീൽ കാർ ഓടിച്ചിട്ട് ജനമധ്യത്തിൽ കൂടെ പോകുന്നവരുമാക്കി ഉയർത്താൻ ദൈവം സഹായിക്കുന്നു. അത് എല്ലാവർക്കും ഒരു അത്ഭുത വിഷയമായിട്ട് ആ പ്രസ്ഥാനം വളരുവാൻ ദൈവം സഹായിക്കുന്നു. അതെ, അങ്കിൾ തന്നെ പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മളെ കേൾക്കുന്നവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി അങ്കിൾ തന്നെ നമ്മുടെ പ്രേക്ഷകരെ ഓർത്ത് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രത്യേക TV ചാനലിലൂടെ, ആസാദി TV-യിലൂടെ ഞങ്ങളെ അത്ഭുതകരമായി വിമാനാപകടത്തിൽ രക്ഷിച്ച സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ ഒരിക്കൽ നല്ല സമയത്തിന് വേണ്ടി സ്തോത്രം ചെയ്തു. ഇതൊരിക്കൽ പ്രിയ ദാസിന് വേണ്ടി അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. കർത്താവെ, അനേകർ ഞങ്ങളുടെ സാക്ഷ്യം കേൾപ്പാൻ ഇടയാവുന്ന ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കേൾവിക്കാരായി കർത്താവിനെ സ്വീകരിച്ച് കർത്താവ് ആത്മീയമായിട്ട് വളരുവാനും അവരും സുവിശേഷത്തിന് വേണ്ടി അവരുടെ ഏത് സാഹചര്യങ്ങളിലും സുവിശേഷം അറിയിച്ച് മുന്നേറുന്നവരായി തീരുവാൻ ഇടയാക്കുകയും രക്ഷയിലേക്ക് മഹാസന്തോഷത്തിലേക്ക് കടന്നു വരാത്തവർ അവരുടെ ഈ രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ ശ്രമിച്ച പലരെയും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് കാണുവാൻ തക്കണം സാധിക്കില്ലല്ലോ. എന്നാൽ നിത്യതയിൽ സ്വർഗത്ത് രാജ്യത്തിൽ അവരെന്നും കണ്ട് സന്തോഷിപ്പാൻ തക്കണം ഈ സാക്ഷി അവരുടെ ആത്മാക്കൾക്ക് രക്ഷ നൽകുന്ന മുഖാന്തരമാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആസാദി TV-യുടെ പ്രവർത്തനം കഴിഞ്ഞ നാളിൽ അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ സാക്ഷ്യങ്ങൾ അനേകരെ കേൾപ്പിക്കാൻ ഇടയാക്കിയതിനു വേണ്ടി അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്നും ഈ ആസാദി TV-യിലൂടെ അനേകരുടെ സാക്ഷ്യങ്ങൾ ജനങ്ങളെ അറിയിപ്പാനും കർത്താവ് അനേകരെ അങ്ങിലേക്ക് എഴുന്നടത്തുവാനും എടുത്ത് ഉപയോഗിക്കുമാറാക്കണേ പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ നന്മകളും തുടർന്നും സമൃദ്ധിയായി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയ ഈ കാര്യങ്ങൾ ക്രമീകരിച്ച ദാസിന് വേണ്ടി സ്തോത്രം. തുടർന്ന് ശക്തിയോടുകൂടെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമറുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസകാവൽ നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ വിജയമോഹൻ അങ്കിളുടെ മേൽ, ജിമ്മി മാൻഡിയുടെ മേൽ, അവരുടെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ. താങ്ക് യു അങ്കിളെ. ഒരു പ്രാവശ്യം നന്ദി പറയുക. എത്രയോ സമയങ്ങൾ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ കടന്നു വന്നതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.